ഫെബ്രുവരി 12 ആനിയനിലെ വിശുദ്ധ ബെനഡിക്റ്റ്. ആനിയനിലെ ബെനഡിക്റ്റ് ജർമ്മനിയിലെ ലാൻക്വിഡോക്ക് ഗവർണറായിരുന്ന ഏഗർഫിൻ്റെ പുത്രനായി AD 750 ജനിച്ചു. ചെറുപ്പത്തിൽ രാജകൊട്ടാരത്തിലെ രാജകീയ സുഖസൗകര്യങ്ങൾ അനുഭവിച്ചാണ് ജീവിച്ചത്. പെപ്പിൻ രാജാവിൻ്റെയും പുത്രൻ കാറൽമാൻ്റെയും പാനപാത്രവാഹകനായി അദ്ദേഹം ജോലി ചെയ്തു. 20-ാമത്തെ വയസ്സിൽ ലോകാർഭാടങ്ങളും സുഖജീവിതവും ഉപേക്ഷിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അദ്ദേഹം ദൈവരാജ്യം അന്വേഷിക്കാൻ തീരുമാനിച്ചു. ഭക്ഷണവും ഉറക്കവും കുറച്ച് ഒരു താപസന്റെ ജീവിതം ആരംഭിച്ചു. അതിനിടെ പാവിയയ്ക്ക് സമീപമുള്ള ഒരു നദിയിൽ അപകടകരമായ വിധത്തിൽ മുങ്ങി മരണത്തിൻ്റെ വക്കിലെത്തിയെങ്കിലും ദൈവകൃപയാൽ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അതോടെ ലൗകിക ജീവിതം പൂർണ്ണമായി ഉപേക്ഷിച്ച് ഡിജോണിൽ നിന്ന് 15 മൈൽ അകലെ വിശുദ്ധ സീനിൻ്റെ ആശ്രമത്തിൽ ഒരംഗമായി ചേർന്ന് ആശ്രമത്തിൽ താമസിക്കുമ്പോൾ അപ്പവും വെള്ളവും മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭക്ഷണപാനീയങ്ങൾ. വെറും നിലത്ത് കിടന്നാണ് ഉറങ്ങിയിരുന്നത്. രാത്രിയുടെ യാമങ്ങളിൽ ഉറങ്ങാതെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഏത് എളിയ ജോലിയും ചെയ്യുകയും നിന്ദനങ്ങൾ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും ചെയ്തിരുന്നു. തൻ്റെ പ്രായശ്ചിത്ത പ്രവൃത്തികൾ കൊണ്ട് തൃപ്തിപ്പെടാതെ ഈജിപ്തിലെ പക്കോമിനിയൂസിൻ്റെയും പൗരസ്ത്യ സഭാപിതാവായ ബസേലിയാസിൻ്റെയും നിയമങ്ങൾ കൂടെ അദ്ദേഹം അനുഷ്ഠിച്ചിരുന്നു. അതോടൊപ്പം ദരിദ്രരെയും അഗതികളെയും ശുശ്രൂഷിക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. സീനിൻ്റെ ആശ്രമത്തിൽ 2.5 വർഷം പിന്നിട്ടപ്പോൾ അവിടുത്തെ ആബട്ട് മരിച്ചു. അദ്ദേഹത്തിൻ്റെ പകരം ആബട്ടാകുവാൻ സഹസന്യാസികൾ അദ്ദേഹത്തെ നിർബന്ധിച്ചു. എന്നാൽ ആ പദവി സ്വീകരിക്കാതെ കൂടുതൽ ഏകാന്തതയ്ക്കും തപശ്ചര്യങ്ങൾക്കും അനുയോജ്യമായ ലാംഗ്വിഡോക്കിൽ അനിയാൻ എന്ന അരുവിക്ക് സമീപത്തേക്ക് അദ്ദേഹം താമസം മാറ്റി. അവിടെ ഒരു ചെറിയ കുടിൽ കെട്ടി അവിടെയായിരുന്നു താമസം. ക്രമേണ അദ്ദേഹത്തെ അന്വേഷിച്ച് നിരവധി സന്യാസികൾ അവിടെ എത്തി. അദ്ദേഹത്തോടൊപ്പം സന്യാസ ജീവിതം തുടങ്ങി. അവർ കൃഷിസ്ഥലങ്ങളിൽ പണി ചെയ്താണ് അന്നന്നത്തെ ആഹാരത്തിനുള്ള വക കണ്ടെത്തിയിരുന്നത്. അപ്പവും വെള്ളവും മാത്രം കഴിച്ചാണ് അവർ ജീവിച്ചിരുന്നത്. ഞായറാഴ്ചകളിലും തിരുനാളുകളിലും അല്പം പാലും വീഞ്ഞും കഴിച്ചിരുന്നു. അവരോടൊപ്പം ബെനഡിക്റ്റും പണിക്ക് പോയിരുന്നു. ഒഴിവ് സമയങ്ങളിൽ വിശുദ്ധ ഗ്രന്ഥം പകർത്തി എഴുതാൻ സമയം കണ്ടെത്തി. സന്യാസികളുടെ എണ്ണം വീണ്ടും വർദ്ധിച്ചപ്പോൾ അവിടെ നിന്ന് അകന്നു ഒരു വലിയ സന്യാസാശ്രമം അദ്ദേഹം സ്ഥാപിച്ചു. ജർമ്മനിയിലും ഫ്രാൻസിലും അന്നുണ്ടായിരുന്ന പല ആശ്രമങ്ങളും അദ്ദേഹത്തിൻ്റെ നേതൃത്വം സ്വീകരിച്ചു. എല്ലാ സന്യാസാശ്രമങ്ങൾക്കും ഉപയോഗിക്കാൻ പര്യാപ്തമായ രീതിയിൽ ബെനഡിക്റ്റൈൻ സഭയുടെ നിയമാവലി കാലോചിതമായി പരിഷ്കരിച്ച് അദ്ദേഹം ഒരു പുതിയ നിയമാവലി ഉണ്ടാക്കി. എല്ലാ സന്യാസ സഭകളും ബെനഡിക്റ്റിൻ്റെ ഈ നിയമാവലി പാലിച്ചു കൊള്ളണമെന്ന് കാറൽമാൻ ചക്രവർത്തി കൽപ്പന പുറപ്പെടുവിച്ചു. അത് നടപ്പിലാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ബെനഡിക്റ്റിനെ തന്നെ ചക്രവർത്തി നിയോഗിച്ചു. അക്കാലത്ത് ഊർജല്ലിയിലെ മെത്രാൻ ഫെലിക്സ് ഒരു പുതിയ പാഷണ്ഡതയ്ക്ക് തുപ്പാകി. യേശു ദൈവപുത്രനല്ലെന്നും ദത്തുപുത്രൻ മാത്രമാണെന്നുമായിരുന്നു അയാളുടെ സിദ്ധാന്തം. ബെനഡിക്റ്റ് അതിനെ നഖശിഖാന്തം എതിർത്തു, തോൽപ്പിക്കുകയും സത്യം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. നിയമത്തിൻ്റെ ചൈതന്യമനുസരിച്ച് ജീവിക്കാനുള്ള വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ ആവേശവും പ്രതിബദ്ധതയും എല്ലാ സന്യാസ സഭാംഗങ്ങൾക്കും ഒരു മാതൃകയാണ്. ക്രിസ്തീയ പരിപൂർണതയ്ക്ക് നിയമത്തിൻ്റെ അന്തസത്തയ്ക്ക് അനുസ്മരണമായ ജീവിതം എത്രമാത്രം അനിവാര്യമാണെന്ന് ബെനഡിക്റ്റിൻ്റെ ജീവിതത്തിൽ നിന്ന് നിയമവാഴ്ചയെ പുച്ഛിച്ച് തള്ളുന്നവർ പഠിക്കേണ്ടതാണ്. ഉപവാസത്താലും തപശ്ചര്യകളാലും ക്ഷീണിതനായ ബെനഡിക്റ്റ് 821 ഫെബ്രുവരി 11 ദിവംഗതനായി. വിചിന്തനം: ഒരു മനുഷ്യൻ ലോകം മുഴുവനും നേടിയാലും തൻ്റെ ആത്മാവ് നശിച്ചാൽ അവനെന്ത് പ്രയോജനം? യേശുവിൻ്റെ ഈ ചോദ്യം ആവർത്തിച്ച് ഇഗ്നേഷ്യസ് ലയോള ഫ്രാൻസിസ് സേവ്യരോട് ചോദിച്ചിരുന്നു.